സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. മൊബൈൽ ഫോൺ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലിഥിയം. ഒരു ഡ്രൈ സെല്ലിലെ EMF എത്ര? 1.5 വോൾട്ട്. ഒരു ടോർച്ച് ബാറ്ററിയിൽ സംഭവിക്കുന്നത് രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു ഡൈനാമോയിൽ സംഭവിക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അണക്കെട്ടിൽ കെട്ടിനിർത്തപ്പെട്ട ജലത്തിനുള്ളത് സ്ഥിതികോർജം. ഒഴുകുന്ന ജലത്തിനുള്ളത് ഗതികോർജം. ജലത്തിൻ്റെയോ ആവിയുടെയോ സംസർഗഫലമായി മാറ്റമുണ്ടാവുന്ന ലോഹം ഇരുമ്പ്. ഇരുമ്പ് ഈർപ്പവുമായി പ്രവർത്തിച്ച് തുരുമ്പാകുന്നു. തുരുമ്പിൻ്റെ രാസനാമം ഹൈഡ്രേറ്റ് അയൺ ഓക്സൈഡ്. ക്ലാവിൻ്റെ രാസനാമം ബേസിക് കോപ്പർ കാർബണേറ്റ്. ലോഹങ്ങളിൽ വളരെ പ്രവർത്തനശേഷിയുള്ള ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം അല്ലെങ്കിൽ ലോഹമല്ലാത്തത് ഫോസ്ഫറസ്. ആൽക്കലി ലോഹങ്ങൾക്ക് ഉദാഹരണം സോഡിയം, പൊട്ടാസ്യം. കുലീന ലോഹങ്ങൾക്ക് ഉദാഹരണം സ്വർണം, വെള്ളി, പ്ലാറ്റിനം. സ്വതന്ത്ര ലോഹങ്ങൾക്ക് ഉദാഹരണം സ്വർണം, വെള്ളി, പ്ലാറ്റിനം. സ്വർണം ലയിക്കുന്ന ലായകം അക്വാറിജിയ. അക്വാറിജിയയിൽ ലയിക്കാത്ത ഏക ലോഹം വെള്ളി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വൈദ്യുത പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി.